Welcome to Mansi Solutions. Today I am going to solve some problems in previous year question paper of GATE. So let's start. Consider the first question. Let T from R4 to R4 be a linear transformation defined by T of x, y, w, z is equal to x plus z, 2x plus y plus 3z, 2y plus 2z, w. Then rank of t is equal to ഇവിടെ നമ്മൾക്ക് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. ആ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ റാങ്ക് ആണ് കാണേണ്ടത്. എന്താണ് ഈ റാങ്ക് എന്ന് പറയുന്നത്? What is the rank of a linear transformation? The rank of a linear transformation is the dimension of range space of T. What is range space of T? Range space or range of T. Range of T is the set of all. Suppose T is a linear transformation from V into W, where V and W are two vector spaces over the same field F. Then the range of the linear transformation T is the set of all vectors W in W, that is the second vector space W, such that T of V is equal to W for V in V. Or simply we can write it as the set of all T of V, that is the image of the vector V, where V is in the vector space V. ഇതിനെയാണ് നമ്മൾ range എന്ന് പറയുന്നത്. And the dimension of range of T is called as rank of T. Okay, if the dimension of the domain vector space is finite, then we can write dimension of V is equal to rank of T plus nullity of T. Nullity of T. This is rank nullity theorem. Here, what is the nullity of a linear transformation? Nullity of a linear transformation is the dimension of null space. Dimension of null space of T. What is this null space of T? Null space of T is null space of T. Null space of T is the set of four vectors V in V. എന്താണ് വിയിലുള്ള വെക്ടേഴ്സിന്റെ കളക്ഷൻ ആണ്. അത് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ടി ഓഫ് വി ഈക്വൽ ടു 0. അതായത് വെക്ടർ സ്പേസ് ഡബ്ല്യൂയിലുള്ള 0 വെക്ടറായ 0യിലോട്ട് മാപ്പ് ചെയ്യപ്പെടുന്ന വിയിലുള്ള വെക്ടേഴ്സിന്റെ കളക്ഷൻ ആണ് നൾ സ്പേസ് ഓഫ് ടി. അതായത് പ്രീ ഇമേജ് ഓഫ് 0 അണ്ടർ ദ മാപ്പ് ടി എന്ന് പറഞ്ഞാലും മതി. അപ്പം ഈ നൾ സ്പേസും റേഞ്ച് സ്പേസും ഒക്കെ വെക്ടർ സ്പേസസ് ആണ്. സോ അതാണ് നമ്മൾ സ്പേസ് ചേർത്ത് പറയുന്നത്, റേഞ്ച് സ്പേസ്, നൾ സ്പേസ്. ആൻഡ് the dimension of this null space is called a nullity, and the dimension of range space is called the rank of T. And by rank nullity theorem, we have the dimension of V is equal to rank of T plus nullity of T. This theorem is applicable only if the dimension of V is finite. The dimension of V is finite. ആ ഒരു കേസിൽ മാത്രമേ ഈ ഒരു റിസൾട്ട് വാലിഡ് ആവുന്നുള്ളൂ. സോ ഇനി നമ്മളുടെ പ്രോബ്ലത്തിലോട്ട് വരാം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? തന്നിരിക്കുന്ന ഈ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ എന്ത് കാണണം നമ്മൾക്ക്? റാങ്ക് കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ തന്നിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്യുന്നു. ടി ഓഫ് എക്സ്, വൈ, ഡബ്ല്യു, സെഡ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു തന്നത്? എക്സ് പ്ലസ് സെഡ്, 2x പ്ലസ് വൈ പ്ലസ് 3z, 2y പ്ലസ് 2z and w.
ഇതിന് എനിക്ക് ഇങ്ങനെ എഴുതാം. ഞാൻ എക്സ് കോമ്പണൻസ് വരുന്നതൊക്കെ ഫസ്റ്റ് ഒരു വെക്ടർ ആയിട്ട് എഴുതുന്നു. എക്സ് ഫസ്റ്റ് ടേമിൽ എക്സ് ഉണ്ട്. സെക്കൻഡ് ടേമിൽ എക്സ് വരുന്നത് എന്താണ്? 2x. സോ ഞാൻ 2xനെ എടുത്തു. തേർഡ് ടേമിൽ എക്സിന്റെ ടേംസ് വരുന്നുണ്ടോ? ഇല്ല. സോ 0. ഫോർത്ത് ടേമിലും വരുന്നില്ല. സോ 0 പ്ലസ്. ഇനി അടുത്തത് ഞാൻ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ y ടേംസ് വരുന്നതിനൊക്കെ ഒന്ന് എടുത്തെടുക്കും. അപ്പോൾ 0 ഫസ്റ്റ് ടേമിൽ y ടേം വരുന്നില്ല, y വരുന്നില്ല. സെക്കൻഡ് കോമ്പണന്റിൽ നമുക്ക് എന്താണ്? y ഉണ്ട്. സോ y. തേർഡ് കോമ്പണന്റിൽ 2y ആൻഡ് 0 പ്ലസ്. ഇനി ഞാൻ z-ന്റെ കോമ്പണൻസ് വരുന്നത് ഒന്ന് എടുത്തെഴുതുന്നു. ഫസ്റ്റ് കോമ്പണന്റിൽ z, സെക്കൻഡ് കോമ്പണന്റിൽ 3z, തേർഡ് കോമ്പണന്റിൽ 2z, 0. ദെൻ w കൺസിഡർ ചെയ്യുക. 0 0 0 w. ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം? x ഇൻറ്റു 1 2 0 0 പ്ലസ് y ഇൻറ്റു 0 1 2 0 പ്ലസ് z ഇൻറ്റു 1 3 2 0 പ്ലസ് w ഇൻറ്റു 0 0 0 1. ഓക്കെ, അതായത് ഞാൻ R4-ൽ നിന്ന് ഏതൊരു വെക്ടർ എക്സ് വൈ ഡബ്ല്യു സെഡ് എടുത്തു കഴിഞ്ഞാലും ടി ഓഫ് എക്സ് വൈ ഡബ്ല്യു സെഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത്. അതായത് എക്സ് വൈ ഡബ്ല്യു സെഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. സോ ഏത് ഫോർ എനി എക്സ് വൈ ഡബ്ല്യു ഇസഡ് ഇൻ ആർ ഇങ്ങനെ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കത് എന്തായിരിക്കും? ഈ ഒരു എക്സ് വൈ ഡബ്ല്യു സെഡ് എന്ന് പറഞ്ഞ ഈ ഒരു വെക്ടറിന്റെ ഇമേജ് അണ്ടർ ദ മാപ്പ് ടി ആയിരിക്കും ആ ലീനിയർ കോമ്പിനേഷൻ. സോ ഇൻ ടോട്ടൽ നമ്മൾക്ക് ഈ ഒരു ലാസ്റ്റ് എഴുതിയിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഈ ഫസ്റ്റ് 1 2 0 0 0 1 2 0 1 3 2 0 0 0 0 1 ഈ 4 വെക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? നമ്മളുടെ റേഞ്ച് സ്പേസിനെ സ്പാൻ ചെയ്യുന്നു എന്ന് കിട്ടി. സോ ദ റേഞ്ച് ഓഫ് ടി is the span of the vectors 1 2 0 0 plus പ്ലസ് അല്ല, വെക്ടേഴ്സ് ആണ് എഴുതുന്നത്. 0 1 2 0 1 3 2 0 0 0 0 1. സോ നമ്മൾക്ക് റേഞ്ച് സ്പേസിനെ സ്പാൻ ചെയ്യുന്ന സെറ്റ് കിട്ടി. സോ ലെറ്റ്സ് ഡിഫൈൻ ദ ബേസിസ് ഓഫ് എ വെക്ടർ സ്പേസ്. The basis of a vector space V is the linearly independent spanning set of V. That is, a subset B of V is called the basis of V if B is linearly independent and span of S is equal to V. ഇപ്പൊ ഈ രണ്ട് കണ്ടീഷനും span of S അല്ല, span of B equal to V. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന വിയുടെ ഒരു സബ്സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസിസ് എന്ന് പറയുന്നത്. സോ എന്താണ് റാങ്ക്? റാങ്ക് ഓഫ് വി, സോറി എന്താണ് ഡയമെൻഷൻ? ഡയമെൻഷൻ ഓഫ് എ വെക്ടർ സ്പേസ് വി എന്താണ്? ഡയമെൻഷൻ ഓഫ് എ വെക്ടർ സ്പേസ് വി എന്ന് വെച്ചാൽ ആ വിയുടെ ഒരു ബേസിസ് എടുത്തു കഴിഞ്ഞാൽ ബേസിസിന്റെ കാർഡിനാലിറ്റി എന്താണോ അതാണ് ആ വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ. ഓക്കെ, സോ നമ്മൾക്ക് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു കാണേണ്ടിയിരുന്നത്? നമ്മൾക്ക് റാങ്ക് ഓഫ് ടി ആണ് കാണേണ്ടത്. അതായത് റേഞ്ച് സ്പേസിന്റെ ഡയമെൻഷൻ ആയിരുന്നു വേണ്ടത്. എന്നപ്പോ റേഞ്ച് സ്പേസിന്റെ ഡയമെൻഷൻ കാണാൻ വേണ്ടി നമുക്ക് ബേസിസ് വേണം അല്ലെ? ബേസിസ് ആണ് വേണ്ടത്. ഇവിടെ നമ്മൾക്കൊരു സ്പാനിങ് സെറ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു റേഞ്ച് സ്പേസിനെ സ്പാൻ ചെയ്യുന്ന ഒരു സെറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിൽ നിന്നൊരു എന്താണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്പാനിങ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അതാണ് റേഞ്ച് ഓഫ് ടിയുടെ ഡയമെൻഷൻ, അതായത് റാങ്ക് ഓഫ് ടി എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കുക, 1 2 0 0 0 1 2 0 1 3 2 0 0 0 0 1. ദിസ് ഈസ് the set which spans range of T. ഇനി ഇതിൽ നിന്ന് ഞാൻ ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള വെക്ടേഴ്സിനെ റിമൂവ് ചെയ്യുന്നു.
ഇവിടെ നോക്കുക, ഫസ്റ്റ് 2 വെക്ടേഴ്സ് എവിടെ എഴുതാൻ എനിക്ക് ഇവിടെ എന്താണ് തേർഡ് വെക്ടർ കിട്ടുന്നുണ്ട്. സോ ഞാൻ തേർഡ് വെക്ടറിനെ റിമൂവ് ചെയ്തിട്ട് 1 2 0 0 0 1 2 0 then 0 0 0 1 ഈ ഒരു കളക്ഷൻ എടുക്കുക. എന്താണ് ഈ 4 വെക്ടേഴ്സ് സ്പാൻ ചെയ്യുന്ന സ്പേസിനെ ഈ 3 വെക്ടേഴ്സും സ്പാൻ ചെയ്യും അല്ലെ. ഇനി ഈ 3 വെക്ടേഴ്സ് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇതൊരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആണല്ലേ. ഒന്ന് കോമ്പിനേഷൻ എടുത്ത് നോക്കിയേ, C1 into 1 2 0 0 plus C2 into 0 1 2 0 plus C3 into 0 0 0 1 is equal to 0, which implies that first coordinate C1 into 1 plus C2 into 0 plus C3 into 0 equal to 0 എന്ന് വരും. അതായത് C1 equal to 0 എന്ന് കിട്ടി. ഇനി അടുത്തത് C1 equal to 0 എന്ന് കിട്ടിയാൽ സോ ഫസ്റ്റ് ടേമിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. ഇനി അടുത്തത് നോക്കിയേ, C2 into 0 1 2 0. C2 സെക്കൻഡ് കോർഡിനേറ്റ് സൈഡ് ചെയ്ത് നോക്കിയേ, C2 into 1 plus C3 into 0 അതാ which is equal to 0 implies C2 equal to 0. ഓക്കെ, ഇനി ഫോർത്ത് കോർഡിനേറ്റ് ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കിയേ, എന്താണ് C3 into 1 equal to 0 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ C3 equal to 0. സോ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ equal to 0 implies each scalar, each coefficient equal to 0. സോ ഈ 3 വെക്ടേഴ്സ് എന്താണ് ലീനിയർലി ഇൻഡിപെൻഡന്റും ആണ്, റേഞ്ച് ഓഫ് ടിനെ സ്പാൻ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സെറ്റ് എന്താണ് റേഞ്ച് ഓഫ് ടിയുടെ ബേസിസ് ഫോം ചെയ്യും. സോ റേഞ്ച് ഓഫ് ടിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്ത് കിട്ടി, ഈ ബേസിസിലെ എലമെന്റ്സ് എത്രയാണോ അതാണ്. സോ 3 ആണ് റേഞ്ച് ഓഫ് ടിയുടെ ഡയമെൻഷൻ, അതായത് റാങ്ക് ഓഫ് ടി ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഇങ്ങനെയാണ് ഇത് നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു വഴി. അല്ലെങ്കിൽ അടുത്തത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ടി ഓഫ് എക്സ് വൈ ഡബ്ല്യു സെഡ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു റെപ്രസെന്റേഷൻ എഴുതിയല്ലോ. ഇതിൽ കിട്ടിയിരിക്കുന്ന ഈ 4 വെക്ടേഴ്സിനെ മാത്രം കൺസിഡർ ചെയ്യാം. ഈ 4 വെക്ടേഴ്സിനെ എങ്ങനെ എഴുതാന്ന് വെച്ചാൽ, ഒരു മെട്രിക്സിന്റെ ഓരോ റോസ് ആയിട്ട് വരുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്യുക. ഇപ്പൊ ഫസ്റ്റ് എലമെന്റ് ഏതാണ് വരുന്നത് 1 2 0 0, സെക്കൻഡ് വൺ 0 1 2 0, third 1 3 2 0, fourth 0 0 1. എന്നിട്ട് റോ വൈസ് ആണല്ലോ എഴുതിയിരിക്കുന്നത്, ഇതിനെ റോ റെഡ്യൂസ് ചെയ്യാം. then we get 1 2 0 0 0 1 2 0. ഞാൻ എന്ത് ചെയ്യുന്നു, തേർഡ് റോയെ R3 ചേഞ്ച് ടു R3 മൈനസ് R1 പ്ലസ് R2, അതായത് R1 പ്ലസ് R2 ചെയ്തിട്ട് R3യിൽ നിന്ന് മൈനസ് ചെയ്തു. അപ്പൊ എന്താണ് കിട്ടുക, 1 മൈനസ് 0 പ്ലസ് 1 0, 3 മൈനസ് 1 പ്ലസ് 2 0, 2 മൈനസ് 2 പ്ലസ് 0 0, then 0. അപ്പൊ എന്ത് കിട്ടി, 0 0 0 0. അടുത്ത എന്താണ് 0 0 0 1. അതിൽ ചേഞ്ചസ് ഒന്നും വരുത്തിയില്ല. വിച്ച് ഇസ് ഈക്വലന്റ് ടു, ഞാൻ ഈ രണ്ട് റോസിനെ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുന്നു, ലാസ്റ്റ് R3നെയും R4നെയും. അപ്പൊ എന്ത് കിട്ടും, 1 2 0 0 0 1 2 0 0 0 0 1 0 0 0 0. ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന മെട്രിക്സ് എന്താ റോ റെഡ്യൂസ്ഡ് ഫോമിലാണ് ഉള്ളത്. അപ്പൊ ഈ മെട്രിക്സിന്റെ റാങ്ക് എന്താണ്, റോ റെഡ്യൂസ്ഡ് ഫോം ആയതുകൊണ്ട് നമ്മൾക്ക് എന്താ റാങ്ക് എന്ന് പറയുന്നത് നോൺ സീറോ റോസ് വരും. നോൺ സീറോ റോസ് എന്ന് പറയുന്നത് എത്രയാണ്, 1 2 3 ആണ് നോൺ സീറോ റോസ് എന്ന് പറയുന്നത്. സോ റാങ്ക് ഓഫ് ഈ ഒരു മെട്രിക്സ് എന്താണ്, ഈ എഴുതിയിരിക്കുന്ന മെട്രിക്സ് എ ആണെങ്കിൽ എയുടെ റാങ്ക് എന്ന് പറയുന്നത് 3 എന്ന് കിട്ടി. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ വെക്ടേഴ്സ് 4 വെക്ടേഴ്സിൽ 3 വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് എന്നാണ് അതിനർത്ഥം. ഇപ്പൊ 3 ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, റാങ്ക് ഓഫ് ടി എന്ന് പറയുന്നത്, റാങ്ക് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ് 3 ആണ്. സോ ഈ ഒരു മെത്തേഡിലും എഴുതാം. ഇപ്പൊ റോ വൈസ് അല്ലാതെ നിങ്ങൾക്ക് കോളം വൈസ് ഓരോ വെക്ടറും കോളം വൈസ് എഴുതിയതിനു ശേഷം കോളം റെഡ്യൂസ് ചെയ്യാം. എന്നിട്ട് എന്താണ് നമ്പർ ഓഫ് നോൺ സീറോ കോളംസ് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് റാങ്ക് ഓഫ് ടിയും പറയാം. ഈ ഒരു മെത്തേഡും ഉണ്ട്. സോ നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് കടക്കുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കുക. ലെറ്റ് M be a 3x3 സിംഗുലർ മെട്രിക്സ് and suppose that, sorry here singular matrix അല്ല, just
matrix ആണ്. Let M be a 3 by 3 matrix and suppose that 1, 2 and 3 are eigenvalues of M. If M inverse equal to M square alpha minus M plus 11 by alpha I3 for some non-zero scalar alpha, then find the value of alpha. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? 3x3 മെട്രിക്സ് വിത്ത് ഏഗൻ വാല്യൂസ് 1, 2, 3 തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെട്രിക്സ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ആൽഫയുടെ വാല്യൂ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ ഇതൊരു മെട്രിക്സ് ഇക്വേഷൻ അല്ല. അപ്പോൾ 1, 2, 3 എന്ന് പറയുന്ന ഏഗൻ വാല്യൂസ് തന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ് എഴുതുന്നത്. ഈ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം. എന്താണ് വരിക? 1, 2, 3 ഇതാണ് 3 ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ആണ് എമ്മിനുള്ളത്. സോ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്താണ്? x മൈനസ് 1 ഇൻറ്റു x മൈനസ് 2 ഇൻറ്റു x മൈനസ് 3. 1, 2, 3. ഡിറ്റർമിനന്റ് ഓഫ് ഈ ഒരു മെട്രിക്സ് എന്താണ് വരിക? ഈ ഏഗൻ വാല്യൂസിന്റെ പ്രൊഡക്റ്റ്. അപ്പൊ എന്താണ്? 6 ആണ്, വിച്ച് ഇസ് നോൺ സീറോ. സോ എം ഇൻവേർട്ടിബിൾ ആണ്. ആൻഡ് ഈ എഴുതിയിരിക്കുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരുന്നത്. ഇത് തന്നെയാണ് എന്ത്? മിനിമൽ പോളിനോമിയലും വരുന്നത്. ഓക്കെ, ദെൻ ഇതാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലും മിനിമൽ പോളിനോമിയലും. ഇനി പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഇൻറ്റു x മൈനസ് 3 ഈക്വൽ ടു 0 എന്ന് വന്നു. ദെൻ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 2x മൈനസ് 3x സ്ക്വയർ പ്ലസ് 9x മൈനസ് 6 ഈക്വൽ ടു 0 എന്ന് വരും. ദെൻ എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയറും മൈനസ് 3x സ്ക്വയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 6x സ്ക്വയർ പ്ലസ് 11x മൈനസ് 6 ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് എന്തറിയാം? ഏതൊരു മെട്രിക്സും അത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ എക്സിന് പകരം എം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ്? ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദെൻ എം ക്യൂബ് മൈനസ് 6m സ്ക്വയർ പ്ലസ് 11m minus 6i is equal to 0, where I is the identity matrix of order 3, 0 is the zero matrix of order 3. M invertible ആയതുകൊണ്ട് ത്രൂ ഔട്ട് ഈ ഒരു ഇക്വേഷനെ m ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ നമുക്ക് എന്ത് കിട്ടും? m സ്ക്വയർ മൈനസ് 6m പ്ലസ് 11m അല്ല 11i. എം എസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ അല്ലേ വരിക? ഐ മൈനസ് 6m ഇൻവേഴ്സ് ഈക്വൽ ടു 0. ഇനി ഞാൻ ഈ ഇക്വേഷനിൽ മൈനസ് 6m ഇൻവേഴ്സിന് ഈ 6m ഇൻവേഴ്സിനെ ഞാൻ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ എന്ത് കിട്ടും നമ്മൾക്ക്? 6 മൈനസ് 6m ഇൻവേഴ്സിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുന്നത് എന്താണ്? 6m ഇൻവേഴ്സ് വരും. സോ 6m ഇൻവേഴ്സ് ഈക്വൽ ടു m സ്ക്വയർ മൈനസ് 6m പ്ലസ് 11i എന്ന് വരും. ഇനി ത്രൂ ഔട്ട് ഞാൻ ഈ ഒരു ഇക്വേഷനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. then we get m inverse is equal to 1 by 6 into m square minus m plus 11 by 6 into i. ഇനി നമ്മൾക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ ഒരു ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽഫ ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സോ തേർഡ് ക്വസ്റ്റ്യനിൽ നോക്കാം. ലെറ്റ് എം ബി എ 3x3 മെട്രിക്സ് സച്ച് ദാറ്റ് m into minus 2, 1, 0 equal to 6 minus 3, 0. And suppose that m cube into 1 minus 1 by 2, 0 equal to alpha, beta, gamma. Vector alpha, beta, gamma. For some alpha, beta, gamma in R, then absolute value of alpha എന്താണ്?
എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഞാനിതൊന്ന് സോൾവ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ വെക്ടേഴ്സിനെ ഒന്ന് എനിക്ക് വേണ്ട രീതിയിലൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതുന്നു. അപ്പോൾ നോക്കുക, വെക്ടർ 6-3 0യെ ഞാൻ -3 കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ -3 ഇൻറ്റു -2 1 0 എന്ന് എഴുതും. ആൻഡ് 1 - 1/2 0യെ എനിക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ -1/2 പുറത്തെടുക്കുന്നു, -1/2 ഇൻറ്റു -2 1 0 എന്ന് എഴുതും. ഇനി m³ ഇൻറ്റു, അതായത് ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ടു m³ ഇൻറ്റു 1 - 1/2 0 കൺസിഡർ ചെയ്തു, വിച്ച് ഇസ് ഈക്വൽ ടു m³ ഇൻറ്റു എന്താണ്, ഇനി നമുക്കിവിടെ m ഇൻറ്റു -2 1 0യുടെ ഇമേജ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഫോമിലോട്ട് എത്തിക്കുകയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ -1/2 ഇൻറ്റു എന്താണ് -2 1 0 വിച്ച് ഇസ് ഈക്വൽ ടു, ഞാൻ -1/2 സ്കേലാർ ആണ്, അതിനെ പുറത്തെടുക്കുന്നു, m³ ഓഫ് -2 1 0 എന്ന് വരും. അപ്പം m³ m² ഇൻറ്റു m -2 1 0 എന്നാണ്. അപ്പം m² ഓഫ് m ഓഫ് -2 1 0, m ഓഫ് -2 1 0 എന്താണ് 6 -3 0 ആണ് അല്ലേ. അപ്പോൾ ഇനി ഇവിടെ ഞാൻ -1/2 ഇൻറ്റു ഈ 6 -3 0 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? -3 ഇൻറ്റു -2 1 0 എന്ന് എഴുതാം. ആൻഡ് m² ഇൻറ്റു -3 ഇൻറ്റു -2 1 0യിൽ -3 സ്കേലാർ ആയതുകൊണ്ട് അതിനെ നമുക്ക് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ എന്ത് വന്നു? -1/2 ഇൻറ്റു -3 ഇൻറ്റു m² ഇൻറ്റു -2 1 0 എന്ന് വന്നു അല്ലേ. സോ വിച്ച് ഇസ് ഈക്വൽ ടു 3/2 ഇൻറ്റു m² ഇൻറ്റു -2 1 0 എന്ന് വരും. അതായത് m ഇൻറ്റു -2 1 0, m ഇൻറ്റു -2 1 0 എന്താണ്? അഗെയിൻ 6 -3 0. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ -3നെ പുറത്തെടുക്കുന്നു. അപ്പം നമ്മൾക്ക് എന്താണ് -9/2 എന്ന് വന്നു. m ഓഫ് -2 1 0യിൽ ഇമേജ് എടുക്കുന്നത് എന്താണ്? ഇമേജിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്താണ്? -9/2 ഇൻറ്റു -6 -3 0 എന്ന് വന്നു അല്ലേ. ദെൻ ആൽഫയുടെ വാല്യൂ നമ്മൾക്ക് കാണേണ്ടത്, ആൽഫ ഇസ് ഈക്വൽ ടു എന്ത് വരും? -9/2 ഇൻറ്റു 6 എന്ന് വരും, അതായത് -27. ക്വസ്റ്റ്യനിലെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൽഫയാണ് കാണാനുള്ളത്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 27. ഓക്കെ, ഇനി നമ്മൾ അടുത്ത 4th ക്വസ്റ്റ്യനിലോട്ടാണ് പോകുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ പറയുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് റിസൾട്ട്സ് ഒക്കെ ഒന്ന് പറയണം. സോ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ലെറ്റ് എ ബി എ 2/2 matrix with complex entries which is non-zero and non-diagonal. നോട്ട് ചെയ്യുക, എ എന്ന് പറയുന്നത് എന്താണ്? 2/2 മെട്രിക്സ് ആണ്. എങ്ങനെയാണ്? നോൺ സീറോ നോൺ ഡയഗണൽ മെട്രിക്സ് ആണ്. അപ്പം എന്താണ്? എ നോട്ട് ഈക്വൽ ടു സം സ്കേലാർ ആൽഫ ഇൻറ്റു ഐ എന്ന് പറയുന്ന ഫോമിലാണ് ഉള്ളത്. നോൺ ഡയഗണൽ നോൺ സീറോ എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു ഫോമിലല്ല എന്നാണ്. പിക്ക് ഔട്ട് ദ കേസസ് വെൻ എ ഈസ് ഡയഗണലൈസബിൾ. തന്നിരിക്കുന്ന കേസിൽ ഏതൊക്കെ കേസസിലാണ് എ ഡയഗണലൈസബിൾ ആവുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് കേസ് എന്താണ്? a² ഈക്വൽ ടു ഐ. സെക്കൻഡ് കേസ് a² ഈക്വൽ ടു 0. ആൻഡ് ദ തേർഡ് കേസ് ഓൾ ഏഗൻ വാല്യൂസ് ഓഫ് എ ആർ ഈക്വൽ ടു 2. സോ ഇത് പറയുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഈ ഡയഗണലൈസബിൾ എന്ന് വെച്ചാൽ ഒന്ന് നോക്കാം അല്ലേ. ഡയഗണലൈസബിൾ ഒരു മെട്രിക്സ് അല്ലെങ്കിൽ ലീനിയർ ട്രാൻസ്മിഷൻ ഡയഗണലൈസബിൾ ആണ് എന്ന് പറയണമെങ്കിൽ എന്താണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് eigen vectors ഫോം
a basis for Rn. അതായത് ടി എന്ന് പറയുന്ന ഒരു n-ഡയമെൻഷണൽ സ്പേസിൽ ഡിഫൈൻ ചെയ്തതോ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന n/n മെട്രിക്സോ ആണെങ്കിൽ അതിന്റെ വെക്ടേഴ്സ് എന്താണ് ആ ഒരു സ്പേസിന്റെ ഇപ്പൊ ഫീൽഡ് ഏതാണോ ഞാൻ R വെച്ച് പറയുന്നു Rnന്റെ എന്താണ് ബേസിസ് ഫോം ചെയ്യണം. അല്ലെങ്കിൽ എന്താണ് പിന്നുള്ളത് the minimal polynomial if the matrix is diagonalizable if and only if the minimal polynomial of A is the product of distinct linear polynomials അതായത് x minus a into x minus b into etc. ഇങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് അതായത് ഡിഗ്രി ഓർഡർ 2 വരാത്ത 1 വരുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ലീനിയർ പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആയിട്ടായിരിക്കണം എന്തുണ്ടാവേണ്ടത് മിനിമൽ പോളിനോമിയൽ. അപ്പം A diagonalizable if and only if the minimal polynomial of A is the product of distinct linear polynomials. ഇനി ഇതല്ലാതെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ if and only if ഇപ്പൊ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റ് if and only if ആണ്. ഇനിയിപ്പോ ഒന്നുകൂടി ഉണ്ട് A equal to P inverse AP where P എന്ന് പറയുന്നൊരു ഇൻവെർട്ടിബിൾ മെട്രിക്സും P inverse DP D എന്ന് പറയുന്നൊരു ഡയഗണൽ മെട്രിക്സും. ഇപ്പൊ ഈ ഒരു മെട്രിക്സിന് നമ്മൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ A എന്താണ് ഡയഗണലൈസബിൾ ആണ്. ഓക്കെ, ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും എന്താണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറയാം. എ എന്ന് പറയുന്നത് എയുടെ ഏഗൻ വാല്യൂസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ നമ്മൾക്ക് എ ഡയഗണലൈസബിൾ ആണെന്ന് പറയാം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെന്റ് അല്ല, ഇത് വൺ സൈഡ് മാത്രമാണെന്ന് വരുന്നത്. ഇഫ് ദ ഏഗൻ വാല്യൂസ് ഓഫ് എ ആർ ഡിസ്റ്റിങ്ക്റ്റ് then A is diagonalizable. ഓക്കെ, ഇനിയൊരു അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് A is a nilpotent matrix. ഒരു മെട്രിക്സ് എപ്പോഴാണ് nilpotent ആവുന്നത്? A raised to n equal to 0 വരുമ്പോൾ അല്ലേ? A raised to n equal to 0 ആണെങ്കിൽ അതെന്താണ്? nilpotent ആണ്. ഇനി A എന്ന് പറയുന്നത് 0 മെട്രിക്സ് ആണെങ്കിൽ നമ്മൾക്ക് എന്താണ്? ഒബ്വിയസ് അതൊരു ഡയഗണലൈസബിൾ മെട്രിക്സ് ആണ്, കാരണം അതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഒരു ഡയഗണൽ മെട്രിക്സ് എപ്പോഴും ഡയഗണലൈസബിൾ ആണ്. 0 മെട്രിക്സ് എപ്പോഴും ഡയഗണലൈസബിൾ ആണ്. നേരത്തെ പറഞ്ഞ റിസൾട്ട്സ് എല്ലാം വെച്ചും പറയാം, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് 0 മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആയതുകൊണ്ട് ഡയഗണലൈസബിൾ. ഇനി ഇതൊരു നോൺ സീറോ മെട്രിക്സ് ആണെന്ന് കരുതും. A raised to n എന്ന് പറയുന്ന ഒരു നോൺ സീറോ നിൽപൊട്ടന്റ് മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ A ഡയഗണലൈസബിൾ ആവുമോ എന്നതാണ് നോക്കുന്നത്. ഇനി നമ്മൾക്ക് എന്തറിയാം, ഒരു മെട്രിക്സ് ഡയഗണലൈസബിൾ ആണെങ്കിൽ അതിൻ്റെ ലീനിയർ പോളിനോമിയൽസ് എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് ലീനിയർ പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കണം മിനിമൽ പോളിനോമിയൽ. ഒരു ലീനിയർ പോളിനോമിയൽ പോലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ A raised to n equal to 0 വേറെ A not equal to 0 എന്ന് പറയുന്ന ഈ മെട്രിക്സ് കൺസിഡർ ചെയ്യുക. ഇത് ഡയഗണലൈസബിൾ ആവണമെങ്കിൽ ഇതിന്റെ മിനിമൽ പോളിനോമിയൽ ഏത് ഫോമിലാണ് വേണ്ടത്? ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്താണ് വരിക? x raised to n അല്ലേ? അപ്പൊ മിനിമൽ പോളിനോമിയൽ ഏത് ഫോമിലാണ് വരേണ്ടത്? x ആണ് മിനിമൽ പോളിനോമിയൽ എങ്കിൽ x ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യണം. സോ എന്ത് വന്നു? A ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പൊ A നോട്ട് ഈക്വൽ ടു 0 എന്നല്ലേ എടുത്തത്? ഇവിടെ എന്ത് കിട്ടി? A ഈക്വൽ ടു 0. അതൊരു കോൺട്രഡിക്ഷൻ ആണ്. സോ the only nilpotent matrix which is diagonalizable is that 0 matrix. So 0 matrix is the only diagonalizable nilpotent matrix. Okay, second B നോക്കിയേ, A square equal to 0. നമ്മൾക്ക് എന്താണ്?
നോൺ സീറോ നിൽപോട്ടൻറ്റ് മെട്രിസസ് ഉണ്ട് അല്ലേ? നോൺ സീറോ നിൽപോട്ടൻറ്റ് മെട്രിസസ് ഉണ്ട്. സോ എ സ്ക്വയർ ഈക്വൽ ടു സീറോ ഡസ് നോട്ട് ഇംപ്ലൈസ് ദാറ്റ് എ ഈസ് ഡയഗണലൈസബിൾ. എ ഈസ് ഡയഗണലൈസബിൾ. അപ്പോൾ എന്താണ് നോൺ ഡയഗണലൈസബിൾ ആയിട്ടുള്ള എന്താണ് എ സ്ക്വയർ ഈക്വൽ ടു സീറോ എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിസസ് നമ്മൾക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് സി നോക്കാം. സിയിൽ നമുക്ക് എന്താണ് ഓൾ ഏഗൻ വാല്യൂസ് ഓഫ് എ ആർ ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് എല്ലാ ഏഗൻ വാല്യൂസ് ഈക്വൽ ടു 2 ആയിട്ടുള്ള ഒരു നോൺ ഡയഗണലൈസബിൾ മെട്രിക്സിന് എക്സാമ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ സി എന്താണ് റോങ് ആണെന്ന് കിട്ടുമല്ലോ. കൺസിഡർ ചെയ്യുക എ ഈക്വൽ ടു 2 2 0 2. ഇതിൻ്റെ ഏഗൻ വാല്യൂസ് എന്താണ്? നമുക്കൊരു അപ്പർ ട്രയാങ്കിൾ ഒരു ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ലിസ്റ്റ് ചെയ്താൽ മതി അല്ലേ? ഈ ഡയഗണൽ എലമെന്റ്സ് ആണ് ഏഗൻ വാല്യൂസ് ആയിട്ട് വരുന്നത്. ഈ എഴുതിയിരിക്കുന്ന ഒരു ട്രയാങ്കുലർ മെട്രിക്സ് ആണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. ഇതിന്റെ ഏഗൻ വാല്യൂസ് എന്താണ്? 2 ആണ് വരുന്നത് അല്ലേ? ഇനി ഇത് ഡയഗണലൈസബിൾ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞാൽ മതി? എക്സ് മൈനസ് 2 ഇതിന്റെ മിനിമൽ പോളിനോമിയൽ അല്ല എന്ന് പറഞ്ഞാൽ മതി. എക്സ് മൈനസ് 2 ഈ മെട്രിക്സിന്റെ മിനിമൽ പോളിനോമിയൽ അല്ലെന്ന് പറയാൻ എന്ത് പറഞ്ഞാൽ മതി? ഈ ഇക്വേഷൻ എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് എ മൈനസ് 2y നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ മതി അല്ലേ? അപ്പൊ എ മൈനസ് 2y എന്താണെന്ന് നോക്കുക. ഇവിടെ എന്തുകൊണ്ടാണ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 അങ്ങനെ പറയാൻ കാര്യം എന്താണ്? നോക്കുക, എയുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്താണ്? ഇതിന്റെ ഏഗൻ വാല്യൂസ് 2 മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പോൾ എക്സ് മൈനസ് 2 റേസ് ടു 2 ഇതാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. അപ്പോൾ ഇതിൽ വേറെ ഏഗൻ വാല്യൂസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഒരു ഡയഗണലൈസബിൾ ഈ ഒരു ഫോമിൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ വരുന്ന ഒരു ഡയഗണലൈസബിൾ മെട്രിക്സിന് മിനിമൽ പോളിനോമിയൽ എങ്ങനെയേ വരാൻ പാടുള്ളൂ? എക്സ് മൈനസ് 2 ഈ ഫോമിലേ വരാൻ പാടുള്ളൂ അല്ലേ? അപ്പം ഈ എക്സ് മൈനസ് 2 എയുടെ മിനിമൽ പോളിനോമിയൽ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ എ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് എ മൈനസ് 2y നോട്ട് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ കൺസിഡർ എ മൈനസ് 2i. വാട്ട് ഈസ് എ മൈനസ് 2i? എന്താണ്? 2 2 0 2 മൈനസ് 2 ഇൻറ്റു i എന്താണ്? 2 0 0 2. അപ്പം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 0 2 0 0 which is not equal to 0 matrix. So x minus 2 എയുടെ മിനിമൽ പോളിനോമിയൽ അല്ല, അതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? എ ഡയഗണലൈസബിൾ അല്ല എന്ന് പറയാം. അപ്പൊ ബിയും സിയും ആൻസേഴ്സ് അല്ല. ഇനി അടുത്തത് എ നോക്കുക. എയിൽ എന്താണ്? എ സ്ക്വയർ ഈക്വൽ ടു ഐ എന്നാണ് തന്നിരിക്കുന്നത്. എ ഈക്വൽ ടു ഐ ആണെങ്കിൽ ഓൾറെഡി അത് ഡയഗണലൈസബിൾ ആയി. ഇപ്പം എ നോട്ട് ഈക്വൽ ടു ഐയും എ സ്ക്വയർ ഈക്വൽ ടു ഐയും ആണെങ്കിൽ എ സ്ക്വയർ ഈക്വൽ ടു ഐ ഇംപ്ലൈസ് ദാറ്റ് എ മൈനസ് ഐ ഈക്വൽ ടു 0. അതായത് എ മൈനസ് ഐ ഇൻറ്റു എ പ്ലസ് ഐ ഈക്വൽ ടു 0 എന്ന് വരും. എ മൈനസ് ഐ ഇൻറ്റു എ പ്ലസ് ഐ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ നമുക്ക് ഏഗൻ വാല്യൂസ് കാണാൻ പറ്റുമല്ലോ. ഏഗൻ വാല്യൂസ് എന്താണ്? എക്സ് ഈക്വൽ ടു മൈനസ് 1 1. These two are the eigenvalues of this matrix. So ഇവിടെ നമുക്ക് എക്ക് ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് വരും? എ ഡയഗണലൈസബിൾ ആവും. അപ്പോൾ ഈ 3 കേസസിൽ ഫസ്റ്റ് എയിൽ മാത്രമാണ് എന്ത് വരുന്നത്? ഫസ്റ്റ് കേസിൽ മാത്രമാണ് ദ മെട്രിക്സ് ഡയഗണലൈസബിൾ ആവുന്നത്. റിമൈനിങ് കേസസിൽ നമ്മൾക്ക് ഡയഗണലൈസബിൾ ആവണമെന്നില്ല. ബാക്കി 2 കേസസിൽ ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തെന്ന് കരുതി മെട്രിക്സ് ഡയഗണലൈസബിൾ ആവണമെന്നില്ല. പക്ഷെ ഫസ്റ്റ് കേസിൽ എന്താണ്? നമ്മൾക്ക് മെട്രിക്സ് എപ്പോഴും എ സ്ക്വയർ ഈക്വൽ ടു ഐ ആണെങ്കിൽ എ എപ്പോഴും എന്തായിരിക്കും? ഡയഗണലൈസബിൾ ആയിരിക്കും. ഓക്കെ.